ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ താൽപര്യം കാട്ടാതെ ഷാഫി പറമ്പിൽ. നേതാക്കൾ ആദ്യം നിർദ്ദേശിച്ചപ്പോൾ തന്നെ ഷാഫി പറമ്പിൽ അതൃപ്തി അറിയിച്ചു. നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് ഷാഫി വഴങ്ങും. KR സാജു വിവരങ്ങൾ നൽകും. സാജു, ഇതിലിപ്പോൾ ഷാഫിയെ വടകരയിലേക്ക് ഇടുമ്പോൾ ഈ മുസ്ലിം പ്രാതിനിധ്യവും ഇക്വേഷനും ഒക്കെ റെഡിയാകും എന്നുള്ള ഒരു തന്ത്രത്തിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ ഷാഫിയുമായി ഇന്നലെ തന്നെ കൂടിയാലോചന നടത്തിയിട്ടുണ്ടാവുമല്ലോ. പ്രാഥമികമായ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു? ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്താണ്? സൈഫുദ്ദീൻ, ഇന്നലെ തന്നെ നേതാക്കൾ ഇക്കാര്യം സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല എന്ന താല്പര്യക്കുറവ് ഷാഫി പറമ്പിൽ നേതാക്കളെയെല്ലാം അറിയിച്ചു. മാത്രമല്ല, പാലക്കാട് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വന്നാൽ അവിടെ ഉണ്ടാവാവുന്ന വെല്ലുവിളികൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഷാഫി പെടുത്തി. എന്നിട്ടും തുടർന്നും സമ്മർദ്ദം നേതാക്കൾ തുടരുകയായിരുന്നു. അതിനുശേഷവും ഷാഫി പറമ്പിൽ തനിക്ക് ഏറ്റവും അടുപ്പമുള്ള സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ പാർട്ടി നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യം, വടകരയിൽ അതിശക്തനായ സ്ഥാനാർത്ഥി മുരളീധരന് പകരം വേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അത്തരം വലിയ സമ്മർദ്ദമാണ് ഷാഫി പറമ്പിലിന് മുകളിൽ ഇപ്പോൾ ഉള്ളത്. ഷാഫി പറമ്പിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങും. പക്ഷേ അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള വിമുഖത കാട്ടിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹം പല ഘട്ടങ്ങളായി നേതാക്കളോട് സംസാരിച്ചു. ഇന്ന് രാവിലെയും അദ്ദേഹം തന്നെ പരമാവധി മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കി തരണമെന്ന ആവശ്യം നേതൃത്വത്തിന് മുന്നിൽ വെച്ചു. പക്ഷേ പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ നേതാക്കൾ ചൂണ്ടിക്കാട്ടി സമ്മർദ്ദം തുടരുകയാണ് ഉണ്ടായത്. ആ സ്നേഹപൂർവ്വമുള്ള സമ്മർദ്ദത്തിന് ഷാഫി പറമ്പിൽ വഴങ്ങിയേക്കും എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിലുള്ളത്. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനത്തിലേക്ക് പോകുക. ഒരു വട്ടം കൂടി ഷാഫി പറമ്പിൽ അടക്കമുള്ളവരെ എന്തുകൊണ്ട് ഈ തീരുമാനം എന്നത് ബോധ്യപ്പെടുത്താൻ സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടുകയും ചെയ്യും. സൈഫുദ്ദീൻ.